ഹരേ ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമോ നാരായണായ. 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 എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും, കാരണം നാം അറിവാകുന്നു, നമ്മൾ ദേഹമല്ല. ഞാൻ എന്ന് പറയുന്നത് അറിവ്. അപ്പോൾ ഈശ്വരൻ എന്താണ്? നമ്മളെല്ലാം അറിവ് വേണം. അതിനു വേണ്ടുന്ന ഭഗവാനോട് അപേക്ഷിക്കുക. എല്ലാവർക്കും അറിവ് നന്നായി തരണമേ. നാം ആരാണെന്ന് അറിയാനുള്ള അറിവ്. അത് ഹരിതപ്രിയൻ, ഇന്ദിരാദേവി, വിജി ബിജു, ജഗദമ്മ, ഗീതാ നായർ, രുക്മിണി മോഹൻ, സുമ മൈലക്കാട്, പ്രമിള സുനിൽ, നിർമ്മല രമേഷ്, ജയ അനിൽ, പ്രസന്ന, കലാനാരായണൻ, എല്ലാവരെയും ഇതിന് പേരില്ല, കമൻസ് ഇല്ലാത്ത അനേക മക്കളുണ്ട്. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹം പവറും വേണം. എല്ലാവരെയും ഞാൻ ഭഗവാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം നമശിവായ, ഓം നമോ നാരായണായ എന്നുള്ള ആ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരുന്നാലും മതി. എൻ്റെ അച്ഛൻ അങ്ങനായിരുന്നു. ഏത് സമയവും ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ. എനിക്ക് തോന്നിയ സമയം ചൊല്ലാനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ടാണ്. അതൊരു 11, 21, 108 ഇങ്ങനെ ആർക്ക് അതല്ല കണക്കല്ലാതെ എത്രത്തോളം സമയം ഇരിക്കാം, അതത്രയും നല്ലത്. ഈശ്വരനിൽ ലയം പ്രാപിക്കാം. ആ മംഗളസ്വരൂപനായിരിക്കുന്ന ആ പരമശിവനെ, ആ ശിവം എന്ന് പറയുന്ന അത് നാരായണ എന്ന് പറയുന്നതും എല്ലാം ഏകമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ എന്ന് സന്ധ്യാസമയങ്ങളിലോ എപ്പോഴോ സമയം കിട്ടുമ്പോഴൊക്കെ നന്നായി ആരാധിക്കുക. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നലെ വായിച്ച ബാക്കി ഒരു അല്പം 3-4 വരികളുണ്ട്. പിന്നെ നമുക്ക് ദേവസ്തുതിയാണ്, അത് നമുക്ക് വായിക്കാം. നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ നാരദ വസുദേവ സംവാദം, അതായത് ഭഗവാൻ കൃഷ്ണൻ എൻ്റെ പിതാവായ വസുദേവർക്ക് മോക്ഷകർമ്മികളായ നമുക്കൊക്കെ, നമ്മളെല്ലാം ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ കർമ്മമാണല്ലോ നമുക്ക് ജോലികളല്ല, എന്തെങ്കിലും ജോലികളല്ലേ, അങ്ങനെ കർമ്മികളായ നമുക്ക് എങ്ങനെ മോക്ഷത്തിലേക്ക് അടുക്കാൻ പറ്റുമെന്ന് നവയോഗികളോട് ചോദിക്കുകയാണ്. നിമി ചക്രവർത്തി യാഗം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നവയോഗികൾ അവരുമായിട്ട് സംവാദം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
ആ കാര്യങ്ങളെല്ലാം അതുപോലെ നാരദ മഹാമുനി വസുദേവർക്ക് കൊടുക്കുന്നു. യഥാർത്ഥമായ മഹാവിഷ്ണു നാരായണനാണ് കൃഷ്ണൻ എന്നറിയില്ല. അച്ഛനും അമ്മയ്ക്കും മക്കളായിട്ടല്ലേ അറിയുള്ളൂ. ഭഗവാൻ പരബ്രഹ്മമൂർത്തിയാണ് അവതരിച്ചേക്കെന്നുള്ള അറിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാരദ മഹാമുനി അടുത്ത് ചോദിച്ചറിയുന്നത് എന്താണ് അറിയേണ്ടത്, അതിനെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പം എല്ലാം മനസ്സിലാക്കി കൊടുക്കുവാണ്. പരമാത്മാവാണ് കൃഷ്ണൻ എന്ന് കൊടുക്കാൻ നമ്മൾ വായിച്ചെന്നല്ലേ. അപ്പോൾ ഒന്നുകൂടെ കയറ്റി വായിക്കാം. അല്ലെങ്കിൽ എങ്ങനെ അറിയും? അത് ഇന്ന് ലോകമേ അങ്ങനല്ലേ. സ്വന്തം മക്കൾക്കുള്ള ഗുണം അച്ഛനും അമ്മയും പോലും അറിയില്ല. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ മക്കളും അറിയില്ല. അത് ലോക സ്വഭാവമാണ്. എന്നാൽ കപിലാചാര്യൻ്റെ അമ്മയ്ക്ക് ആ മകനിൽ കൂടി ആത്മോപദേശം കിട്ടി. അങ്ങനെ എല്ലായിടവും ആകുന്നില്ല. മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അച്ഛനെയും അമ്മയും. അച്ഛനും അമ്മയ്ക്കും മക്കളെയും തിരിച്ചറിയാൻ, കാരണം സ്നേഹം, പുത്രൻ എന്നുള്ള സ്നേഹത്തിൽ വളരുമല്ലേ. അതുകൊണ്ട് ഇതെല്ലാം നാരദ മഹാമുനി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് അറിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ് ഈ ഭാഗങ്ങൾ. എങ്ങനെയാണ് ഒരു ഭക്തനാകാൻ പറ്റുന്നതും ഭക്തി ഇല്ലാത്തവരുടെ അവസ്ഥകളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇത് വായിച്ചതും. അത് എല്ലാവർക്കും മനസ്സിലായോ എന്നെനിക്ക് വ്യക്തമല്ല. എന്നാൽ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം തന്നെ ഇന്നലെ മരിച്ചു പോയവർക്കുള്ള ശ്രാദ്ധം നടത്തുന്നതിനെ പറ്റി എൻ്റെ ഒരു യുക്തി പറഞ്ഞപ്പോൾ അത് എന്ത് പറഞ്ഞാലും എനിക്കൊരു മകളുണ്ട്, അത് അങ്ങനെ തന്നെ അമ്മയെ അങ്ങനെ അതുപോലെ പറയാൻ എനിക്കൊരു മകളെ കിട്ടിയില്ലെന്ന്. എല്ലാ മക്കൾക്കും അത്രത്തോളം ആയില്ല. അതുകൊണ്ടാണ് മക്കളിപ്പോൾ തോനെയുണ്ട്, പക്ഷേ ഒത്തിരിയൂടെ വരാനുണ്ട് എല്ലാ മക്കളും. എന്നാൽ ഒരാൾ ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഒരു യുക്തി അല്ല, ഞാനൊന്നും പഠിക്കാത്തതുകൊണ്ട് എല്ലാം എൻ്റെ ഒരു എന്താ പറയുക ഉള്ളിലൊരു ചിന്തയുണ്ട്. അത് വെച്ചായിരുന്നു മൊത്തവും പറയുന്നത്, അല്ല ഒന്നുമല്ല. അതെല്ലാം ഞാനും അങ്ങനെ പറയാൻ ഒരു സാക്ഷിയ ഒരു പ്രമാണം ഒപ്പിടക്കം പോലെയാണ് ആ മകളുടെ ഓരോ വാക്കുകളും. അതെനിക്ക് അത്രത്തോളം ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. മക്കളെ, ഇങ്ങനെ എല്ലാ മക്കളും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറയൂ. എനിക്കൊക്കെ നടക്കൊക്കെ യുക്തി ഉണ്ടൊക്കെ ചില ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയില്ലെങ്കിലും അല്പമൊക്കെ ഉള്ളതുപോലെ ഒപ്പിച്ചു തരാം, അല്ലാതെ എന്ത് പറയാനാ. എന്നാലും നമുക്ക് ഇത്രയൊക്കെ മതി മക്കളെ. നമ്മൾ വയസ്സായി മുന്നോട്ട് കൊണ്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒട്ടും അറിയാത്തവർക്ക് അല്പം ഇത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്കൊരു കൊതുകിനും പറക്കണമല്ലോ. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നലെ ബാക്കി നമുക്ക് തുടങ്ങാം. അതായത് നമുക്ക് ഇത് കണ്ട് വായിക്കാൻ ഇന്നലെ വായിച്ചതാണ് അല്പം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നീയും ഈ ശ്രുതങ്ങളായിടുന്ന ഭാഗവതമായ ധർമ്മങ്ങളോടും ശ്രദ്ധാസംയുക്തനായി മേവുക മഹാഭാഗനായുള്ള വസുദേവ. അപ്പം വസുദേവർക്കുള്ളോട് ഈ നാരദ മഹാമുനി പറയുന്നത് ഈ കേട്ടത് അത്രയും. നമ്മൾ 2-3-5 ദിവസം കൊണ്ട് ഭക്തിയെപ്പറ്റിയും ഭക്തി ഇല്ലാത്തവരെ പറ്റിയും പൂജയെപ്പറ്റിയും പിന്നെ 4 വർണ്ണങ്ങളെപ്പറ്റിയും ഇതൊക്കെ നമ്മളെ കൊണ്ട് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇതെല്ലാം ശ്രദ്ധയോടുകൂടി വസുദേവരടുത്ത് പറയുന്നത് ഈ കേട്ടതെല്ലാം രാജാവും ധർമ്മിഷ്ഠനായി വാണത് യഥാസുഖം ഈ നിമി ചക്രവർത്തി ഇതെല്ലാം കേട്ടപ്പോൾ അതുപോലെ തന്നെ പരമാത്മനി പിന്നെ തപോബല ജ്ഞാനാൽ പരബ്രഹ്മത്തെ പ്രാപിച്ചിടാൻ നിമി ആ കാര്യങ്ങളെല്ലാം പരബ്രഹ്മത്തെ നിമി ചക്രവർത്തി ഈ കേട്ടതെല്ലാം കൊണ്ട് മനസ്സിലാക്കി. പക്ഷേ ഇതുപോലെ നീയും വസുദേവ ആര് പറയുന്നു? നാരദ മഹാമുനി. നീയും ഈ ശ്രുതങ്ങളായിടുന്ന ഈ കേട്ടതൊക്കെ ഭാഗവതമായ ധർമ്മങ്ങളോടും ശ്രദ്ധാസംയുക്തനായി അത്രത്തോളം അത് കേട്ട് മനസ്സിലിരുത്തി ഉറപ്പിച്ച് മേവുക മഹാഭാഗനായുള്ള വസുദേവ. ഈ ഉപദേശങ്ങളെല്ലാം നീ മനസ്സിലാക്കൂ. ഈ നിമി ചക്രവർത്തിക്ക് കൊടുത്തതെല്ലാം നിനക്കും കൂടെ ഇത് തന്നതാണ്. ഇതിപ്പോൾ ഞാൻ എന്ത് പറയുന്നു? നമ്മുടെ ഭക്തമക്കൾക്കും ഇത് ബാധകമാണ്. നമ്മളെല്ലാം ഇത് വായിക്കുന്ന അവരെ നന്നാക്കാനല്ല, നമുക്ക് നന്നാവാനാന്ന് ചിന്തിക്കുക. അവരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് പോയി, ശരീരം വെടിഞ്ഞ് പോയി, അവരുടെ സ്ഥാനത്തേക്ക് മൂലത്തിലേക്ക് അവരൊക്കെ പോയി. നമുക്കും മൂലത്തിലേക്ക് ചെല്ലണ്ടേ? അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ മക്കളെ ഇതെല്ലാം മനസ്സിലാക്കൂ. മഹാഭാഗനായുള്ള മക്കളെ, അത്രമാത്രം ഭക്തിയോടുകൂടിയ എൻ്റെ പരമാത്മാ ലയിച്ചിരിക്കുന്ന സർവ്വ മക്കളും അത് തന്നെയാണ്. അങ്ങനെയുള്ള മക്കളോട് പറയുന്നു വസുദേവ എന്ന് പറയുന്ന പേരെല്ലാം ഓരോ മക്കളും ചിന്തിക്കൂ. നിങ്ങളുടെ പേര് ഞാൻ പറയുന്നതായിട്ട് ചിന്തിക്കൂ. അപ്പോൾ നിങ്ങൾക്കത് കിട്ടണം, എനിക്കും വേണം, എല്ലാവർക്കും വേണം. അതുകൊണ്ട്
കേവലൻ മഹാവിഷ്ണു ത്വൽപുത്രനായി വന്ന് ദർശനാലിംഗനാലാപങ്ങളെ കൊണ്ടും പിന്നെ സ്പർശനാസന ശയനാദികളാലും കൃഷ്ണേ പുത്ര സ്നേഹത്താലുള്ള കൗതുകം കൊണ്ടും നിത്യം ഭർത്തൃഭാര്യമാർ നിങ്ങൾ യശസ് കൊണ്ടും ലോകമൊക്കെയും പൂർണ്ണമായി ഭവിച്ചു തറികടോ. അപ്പോൾ ഓരോരുത്തർക്കും ഗോപസ്ത്രീകൾക്കുള്ള നാരിമാർക്കെല്ലാം പരമാത്മാവായ കൃഷ്ണനെ ഓരോരോ രീതിയിലാണ് ഭഗവാനിൽ ചേരാൻ പറ്റുന്നത്. പുത്രസ്നേഹം കൊണ്ട് മാതാപിതാക്കൾക്കും മിത്രസ്നേഹം കൊണ്ട് മറ്റു ഗോപിമാർക്കും അതുപോലെ തന്നെ ഭഗവാനോട് ഒന്നിച്ച് 16,000 സ്ത്രീകളെല്ലാം ഭഗവാൻ സന്തോഷകരമായി പരമാത്മാവിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കണം. സൽഗുണനിധേ കൃഷ്ണനെ വൈരാനുബന്ധം കൊണ്ട് എന്തുവന്ന് വൈരം ഈ കംസനെ പോലുള്ള ശിശുപാലാദികളും അങ്ങനെയുള്ളവർക്ക് എന്ത് വന്നു വൈരം ശത്രുത്വം കൊണ്ട് ഭഗവാൻ ചേർന്നു ലയിച്ചു. ശിശുപാലാദികളാ നിർവന്മാർ ഗതി ലഭിച്ചു അശുഭ അണയാതെ ഒരു കുഴപ്പവും വരാതെ ശുഭമായി അശുഭമില്ലാതെ ശുഭമായി അവർ വൈരം കൊണ്ടാണ് ഭഗവാനോട് കൃഷ്ണ കൃഷ്ണ നീ അങ്ങനെ ചെയ്യുന്നുള്ള ദേഷ്യം കൊണ്ടാണ് ശത്രുത്വം കൊണ്ടാണ് എങ്കിലും സദാസമയം കൃഷ്ണൻ എന്നുള്ള നാമം ചൊല്ലിയത് കൊണ്ട് അങ്ങനെ അവർക്ക് അശുഭം അണയാതെ ശുഭമായി ഭവിച്ചു. ഗോപസ്ത്രീകളും മറ്റും പല നാരീഭിര അനുലാളിത അവലോകന ലളിത വിലാസങ്ങൾ കൊണ്ട് സൽഗതി വന്നു. ഭഗവാനായിട്ട് സന്തോഷമായിട്ട് രമിച്ചും കളിച്ചും അങ്ങനെ അത്ര എന്താ പറയുക, നമ്മൾ എത്ര വനക്രീഡയും ജലക്രീഡയും എല്ലാം നമ്മൾ വായിച്ചില്ലേ. അങ്ങനെ എല്ലാം കൊണ്ടും സ്ത്രീകളും മറ്റ് ഈ കാരാഗൃഹത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട 16,000 സ്ത്രീകളെയൊക്കെ ഭഗവാൻ മോക്ഷത്തിലേക്ക് അടുപ്പിച്ചു. ഭഗവാന്റെ അതാണ് മായ. ഭഗവാന്റെ മായ കൊണ്ടാണ് ഇവരെല്ലാം അതിലകപ്പെട്ടു പോയി. എങ്ങനെയാണ് പരമാത്മാവിലേക്ക് അടുക്കാൻ പറ്റി? കൃഷ്ണനെ അത്രമാത്രം സ്നേഹം ഭഗവാന്റെ പ്രവൃത്തി കൊണ്ടല്ലേ ഇവരെല്ലാം സ്നേഹിച്ചത്. ഒരു മൂഢനാണെങ്കിൽ ഭഗവാനോട് ചേരുമോ? അപ്പോൾ ഭഗവാന്റെ മായ അത്ര വലുതാണ്. എല്ലാവരെയും ഭഗവാനിലേക്ക് വരെ നോട്ടം കൊണ്ടും ഒരു പുഞ്ചിരി കൊണ്ടും എല്ലാം അടുപ്പിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, അതിന് നിർഗുണമൂർത്തിയാണ്. ഇവിടെ ഗുണങ്ങളോടുകൂടി വന്നെങ്കിലും ശരീരം എടുത്തെങ്കിലും പരബ്രഹ്മമൂർത്തി തന്നെയല്ലേ മഹാവിഷ്ണു നാരായണൻ. അങ്ങനെ സർവാത്മാവായ വിഷ്ണു ഭഗവാൻ പരമാത്മാ നിർവൈരചിത്തൻ മായാമാനുഷം വേഷം പൂണ്ട്. ഭഗവാൻ ഇവിടെ വന്ന് ഭഗവാൻ തന്നെ മായയിൽ തന്നെ ആണ് ശരീരമെടുത്തത്. അങ്ങനെ വന്നിട്ട് ഭൂഭാര അസുര ജനഹന്താവായി അവതരിച്ച് ഉറുവിയിലെല്ലാം യശസ്സുണ്ടാക്കിയിടുന്ന നാഥൻ. നമ്മൾ അടമരം കണ്ട വായിച്ചത് അത് നമുക്ക് കണ്ടു വായിക്കാം. സർവാത്മാവായ വിഷ്ണു ഭഗവാൻ പരമാത്മാ നിർവൈരചിത്തൻ മായാ മാനുഷവേഷം പൂണ്ട് ഭൂഭാര അസുര ജനഹന്താവായി അവതരിച്ചുറുവിയിലെല്ലാം യശസ്സുണ്ടാക്കിയിടുന്നു നാഥൻ. അങ്ങനെ ഭഗവാന്റെ മനുഷ്യനായിട്ട് എങ്ങനെയാ ഭഗവാന്റെ മായയാൽ അവതരിച്ചു. ഉറുവി ഭൂമിയിലെല്ലാം ഭൂഭാര അസുര ജനഹന്താവായി. ഭൂഭാര ഈ അസുരന്മാരെ കൊണ്ട് ഭൂമിക്ക് ഭാരം, അതെല്ലാം ഹന്താവായി അതിനെ സംഹരിക്കാൻ വേണ്ടി വന്ന ഭഗവാൻ ഉറുവിയിൽ എന്ത് ചെയ്തു? അതെല്ലാം നിഗ്രഹിച്ചിട്ട് ഈ അസുരന്മാരെല്ലാം ദുഷ്ടന്മാരെല്ലാം വകവരുത്തിയിട്ട് ഈ ഉറുവിയിൽ ഭൂമിയിൽ യശസ്സുണ്ടാക്കിയിടുന്നു പരമാത്മാവായ കൃഷ്ണൻ. നാരദവാക്യമേവം കേട്ടൊരു വസുദേവൻ ആരൂഢാനന്ദത്തോട് പൂജിച്ചു മുനീന്ദ്രനെ സാദരം പ്രസാദിച്ചു. നാരദ മുനിദാനം മോദമോടതു നേരെ അന്തർധാനവും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പരമാത്മാവ് ആരാണ് കൃഷ്ണൻ ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്തു. ഇത്രയും ജനങ്ങൾക്കെല്ലാം നന്മ ഗതി ലഭിപ്പിച്ചു. പല പല രീതിയിൽ ശത്രുക്കൾക്കും കിട്ടി. എങ്ങനെയാ എപ്പോഴും ശത്രുത്വം കൊണ്ടിരുന്നാലും കൃഷ്ണൻ എന്നുള്ള ചിന്ത അവർക്കുള്ളതുകൊണ്ട് അവർക്കും അശുഭമായില്ല, ശുഭമായി ഭവിച്ചു. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ നാരദ മഹാമുനിയുടെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ വസുദേവർക്ക് ആരൂഢാനന്ദം ഉണ്ടായി. വെറും ആനന്ദമല്ല, ഉറച്ച ആനന്ദം, നല്ല അത്ര പരമാനന്ദം ഉണ്ടായി. കാരണം എന്താണ്? ഈ ലോകത്തിലെ പരബ്രഹ്മമല്ലേ കൃഷ്ണൻ മകൻ. അപ്പോൾ അത്രയും കേട്ടപ്പോൾ ആനന്ദത്തോട് തന്നെ, പരമാനന്ദത്തോട് തന്നെ, മൂർധന്യമായിരിക്കുന്ന ആനന്ദത്തോട് തന്നെ ഈ മുനീന്ദ്രനെ നാരദ മഹാമുനിയെ പൂജിച്ച് അപ്പോൾ നാരദ മഹാമുനി സാദരം പ്രസാദിച്ചു. നാരദ മുനിദാനം മോദമോട് അതുനേരം അന്തർധാനവും ചെയ്തു അദ്ദേഹം അപ്രത്യക്ഷമായി. നവയോഗികൾ നിമിക്കുപദേശിച്ചതെല്ലാം ഇവിടെ വസുദേവരോട് നാരദൻ ചൊന്നാൻ. നവയോഗികൾ നിമി ചക്രവർത്തിക്ക് കൊടുത്ത ഉപദേശമെല്ലാം ഇവിടെ നാരദ മഹാമുനി അതേപോലെ വസുദേവരെ ഉപദേശിച്ചു.
ഇങ്ങനെ പരീക്ഷത്തിനോട് ശ്രീശുകമുനി മംഗലമായ കഥ കേൾക്കുന്നാനിനി ശേഷം. ഇത് ഇപ്പം ഇവിടെ ഇതെല്ലാം ആർക്ക് കൊടുക്കുന്നു? പരീക്ഷിത് മഹാരാജാവിന്, പിന്നെ ശ്രീശുക മഹാമുനി അതുപോലെ ഇദ്ദേഹത്തിനും കൊടുക്കുവാണ്. ഈ ഉപദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സമയം 7 ദിവസത്തെ ഇത് ശാപം കിട്ടിയൊക്കെയല്ലേ. ഈ കഥകൾ മൊത്തവും ഇപ്പം ഒടുക്കം ശ്രീശുക മഹാമുനി പരീക്ഷത്തിന് കൊടുത്തതാണ് ഈ കഥകളെല്ലാം. നാരദ വസുദേവ സംവാദവും നിമിചക്രവർത്തിയുടെ നവയോഗികളുടെ സംവാദവും ഇതൊക്കെയും കേട്ടു ശ്രീശുക മഹാമുനിയിൽ നിന്ന് പരീക്ഷിത്ത്. ഇത്തരം കേട്ടു മഹാഭാഗനാം വസുദേവൻ ചിത്ത വിസ്മിതനായി ദേവകീ ദേവിതാനും മനസേ മോഹം ത്യജിച്ച് ആനന്ദ സമന്വിതം വാണിതു സഭാര്യനായി വസുദേവരുമഹോ. ഇത്രയും ആനന്ദപ്രദമായ വാക്കുകളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് മാനസേ മോഹം കളഞ്ഞ്, ഈ ലോക ജീവിതത്തിലെ സർവ്വമോഹവും കളഞ്ഞിട്ട് ത്യജിച്ചിട്ട് ആനന്ദ സമന്വിതം എന്ത് വന്നു? വാണിതു സഭാര്യനായി ആ ദേവകീ ദേവിയുമായിട്ട് ഒന്നിച്ച് കഴിയുക. എന്താ, എങ്ങനെ കഴിയുക? ഈ മനസ്സിൽ നിന്ന് സർവമോഹങ്ങളും ത്യജിച്ചു. സാക്ഷാൽ പരബ്രഹ്മമൂർത്തി മകനാന്നുള്ള ആ ഒരു പ്രേമമാകുന്ന എൻ്റെ മകനുള്ള ആ ചിന്ത എല്ലാം നമ്മൾ എന്ത് വേണം അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഈ ലോക ജീവിതത്തിൽ സർവ്വതും ത്യജിക്കുക വെച്ചാൽ അവിടെ സ്വന്തം മകൻ എന്നുള്ള രീതി മാറി പരമാത്മാവായി കാണാൻ പഠിച്ചു. അതാണ് മാനസേ മോഹം ത്യജിച്ചത്. സർവത്തിൽ നിന്നും മോഹം പോകും. അപ്പോൾ അമ്മയും അച്ഛനും മനസ്സിലാക്കിയിട്ട് അവരും പരബ്രഹ്മത്തിൽ ലയിക്കണ്ടേ? അതിനല്ലേ ആ ഭഗവാൻ മഹാവിഷ്ണു നിർഗുണമൂർത്തി ഈ ഭൂമിയിൽ വന്ന് സർവർക്കും വേണ്ട ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു വന്നപ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് വസുദേവർ ഈ ഉപദേശങ്ങളെല്ലാം വസുദേവർക്ക് നാരദ മഹാമുനി കൊടുക്കൂ. അത് മനസ്സിൽ ആരൂഢാനന്ദം ഉണ്ടായി. അങ്ങനെ എന്തു പറയുന്നു? ഇത്തരം കേട്ട് മഹാഭാഗന വസുദേവൻ ചിത്തവിസ്മിതനായി, മനസ്സ് അത്രത്തോളം വിസ്മിതനായിട്ട് ദേവകീ ദേവി താനും അത് ഭാര്യയുമായിട്ട് മനസ്സിലെ മോഹങ്ങൾ പുറമേയുള്ള ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ചിട്ട് ആനന്ദസമന്വിതം വാണിതു സഭാര്യനായി വസുദേവരുമഹോ. നാരദ വസുദേവ സംവാദം പുണ്യമിതം സാരമാം കഥാ അമൃതം ഗ്രഹിച്ചിടുന്ന ജനം, നമ്മളെപ്പോൾ ജനങ്ങൾ സമബുദ്ധികളായി നിർമ്മലാത്മാക്കളായിട്ട് അമൃതാനന്ദപദം പ്രാപിക്കും അസംശയം. ഒരു സംശയം വേണ്ട, ഇതുപോലെ നമ്മളും കേട്ടാൽ ഈ പരമപദം, ഈ അമൃതാനന്ദപദം നമുക്ക് ഉണ്ടാകും. നമുക്കും ഒരു വസുദേവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പോലെ നമുക്കും ആനന്ദം അനുഭവിക്കാം. നമ്മളിത് കേട്ടാൽ പോരാ, ഇത് വസുദേവർ എങ്ങനെ മനസ്സിലാക്കി, നിമിചക്രവർത്തി എങ്ങനെ മനസ്സിലാക്കി, പരീക്ഷിത് മഹാരാജാവ് എങ്ങനെ മനസ്സിലാക്കി, ഇത് നമ്മളും മനസ്സിലാക്കണം. അതിനാണിത് നമ്മളിങ്ങനെ ഇപ്പം ഇത് ചൊല്ലുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് ഇത് കേട്ടപ്പം ഇത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ എത്രയോ ജനങ്ങൾ ഇതിനകം വെച്ച് നമ്മൾ കേൾക്കുന്നതിനേക്കാളും ഉപരി നന്നായി മഹർഷിമാരും ഒരുപാട് ജ്ഞാനികളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇപ്പം അവസാനം നമ്മളായിപ്പം അത് മനസ്സിലാക്കണം. അതിനിടയ്ക്ക് ഒരുപാട് കടന്നുപോയി, നമുക്ക് മുമ്പേ ഒരുപാട് ജീവിതങ്ങൾ കടന്നുപോയി. ഇത് അറിഞ്ഞും കേട്ടും പോയവരുണ്ട്, ഇത് മനസ്സിലാക്കാതെ ദുർബുദ്ധികളായി പോയവരുണ്ട്. എന്നാൽ സാക്ഷാത്കാരം നേടി പരമാത്മാവിൽ ചേർന്നവർ ഒരുപാട് പേരുണ്ട്, മഹർഷിമാരും സന്യാസിമാരും ഒക്കെ. അപ്പം നമ്മളും ഒരു ഭാഗമാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നാരദ മഹാമുനിയെ കൊടുത്ത ഈ ഉപദേശം നമുക്ക് തന്നതാണെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു വസുദേവരോ ഒരു പരീക്ഷിത്തോ അല്ലെങ്കിൽ നിമിചക്രവർത്തിയോ ആരായാലും കുഴപ്പമില്ല, നമ്മളും അതുപോലെ സമബുദ്ധികളാവണം നമ്മൾ. ഈ സാരമാ കഥ അമൃതം, ഈ അമൃതാകുന്ന ഈ കഥ ഭഗവാന്റെ ചരിത്രങ്ങൾ, അതും കലികാലത്ത് ഭഗവാന്റെ ചരിത്രങ്ങൾ പറഞ്ഞ് കേട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം. മറ്റൊരു കാര്യങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. ഇന്നലെ കണ്ട സീരിയലോ സിനിമയോ അല്ല ചർച്ച ചെയ്യേണ്ടത്. ഭഗവത് കഥകൾ ചർച്ച ചെയ്ത് മറ്റുള്ളവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചും മനസ്സിലാക്കിയും കലികാലത്ത് ഈശ്വരാരാധന സങ്കീർത്തനങ്ങൾ ചൊല്ലിയും അങ്ങനെ സമബുദ്ധികളായി നിർമ്മലാത്മാക്കളായിട്ട് അമൃതാനന്ദപദം പ്രാപിക്കണം നമ്മളെല്ലാവരും. ഒരു സംശയവും വേണ്ട, അപ്പോഴത് കിട്ടും. നമുക്കിനി ദേവസ്തുതി വായിക്കാം. ഞാൻ തലക്കെട്ട് ദേവസ്തുതി എന്നാണ് കൊടുക്കുന്നത്, കാരണം ഇത് ഇത്രയും കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ളതാണ്. ഇനി നമുക്ക് ഈ ദേവന്മാരെന്താ സ്തുതിക്കുക? ദേവന്മാരെല്ലാം ഭഗവാനെ കാണാൻ ചെന്നതാണ്. കേൾക്കടോ നൃപോത്തമാ വാസവി അതു കാലം പാൽക്കടൽ വാസം കാൺമാൻ ദ്വാരകയകമ്പുക്ക്
കേൾക്കടോ നൃപോത്തമ പരീക്ഷത്തെ. വാസവി അത് കാലം വാസവന്റെ പുത്രൻ പാൽക്കടൽ വാസം എന്ന് വെച്ചാൽ പരമാത്മാവായ മഹാവിഷ്ണു നാരായണനെ കാൺമാൻ ദ്വാരകയ്ക്ക് വന്നു. ആരാണ് അങ്ങനെ ഇരിക്കുന്ന ആള്? അങ്ങനെ ഇരിക്കുന്ന ആൾ ശംഭുവും വിധാതാവും മംഗലന്മാരാം ഋഷിവർഗവും ദേവേന്ദ്രനും ആദിത്യന്മാരും മരുദേവകൾ അശ്വിനികൾ മോദത്തോടെ ഏകാദശ രുദ്രന്മാർ വിശ്വദേവ സാധ്യ കിന്നര അപ്സരോ ഉരക ഗന്ധർവ ഗുഹ്യകന്മാർ സിദ്ധചാരണ വിദ്യാധരന്മാർ മുനികളും പിതൃക്കൾ മറ്റുമുള്ള ദേവതാഗണങ്ങളും മധുദ്വേഷിയെ കാൺമാൻ ഗമിച്ചു ദ്വാരകയെ. അങ്ങനെ പരമാത്മാവായ മഹാവിഷ്ണു നാരായണൻ കൃഷ്ണനെ കാൺമാൻ ആരൊക്കെയാ ചെന്നേക്കുന്നത്? ശംഭു വിധാതാവ് ബ്രഹ്മാവ്, ശംഭുവും വിധാതാവും മംഗലന്മാരായിരിക്കുന്ന കുറേ ഋഷിവർഗവും ദേവേന്ദ്രനും ആദിത്യന്മാരും മരുദേവകൾ അശ്വിനികളും മോദത്തോടെ ഏകാദശ രുദ്രന്മാർ, അതായത് 11 രുദ്രന്മാരും, ഏകാദശ 11 പേര് രുദ്രന്മാരും, വിശ്വദേവ സാധ്യ കിന്നരന്മാർ, അപ്സരസ് ഉരക. അപ്സരോ ഇവിടെ ഇങ്ങനെ ഉരകോന്നൂടെ വായിക്കണം. ഇത് ചേർത്ത് വായിക്കാൻ ഓരോന്നിൻ്റെ ഓരോ അക്ഷരങ്ങളെ വരത്തുള്ളൂ. സാധ്യ കിന്നരന്മാർ, അപ്സരസുകൾ, ഉരകങ്ങൾ, ഗന്ധർവന്മാർ, ഗുഹ്യകന്മാർ, സിദ്ധചാരണ വിദ്യാധരന്മാർ, മുനികൾ, പിതൃക്കൾ മറ്റുമുള്ള ദേവതാഗണങ്ങളും ആരെ കാൺമാൻ? മധുദ്വേഷിയെ പരമാത്മാവായ കൃഷ്ണനെ കാൺമാൻ ഗമിച്ചു ചെന്നു ദ്വാരകയെ. ഇത്രയും പേരും കൂടെ സ്വർഗോ ഉദ്യാനോ ഉത്ഭവങ്ങളാകിയ മാല്യങ്ങൾ കൊണ്ടാകവേ അലങ്കരിച്ചൊരു നിർഗുണമൂർത്തി. സ്വർഗവും ഉദ്യാനവും ഉത്ഭവങ്ങളാ. സ്വർഗത്തിൽ ദേവലോകത്ത് ഉള്ള ഉദ്യാനത്തിൽ ഉത്ഭവിച്ച മാല്യങ്ങൾ, പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാല്യങ്ങൾ കൊണ്ട് ആകവേ അലങ്കരിച്ചിരിക്കുന്ന ഒരു നിർഗുണമൂർത്തി. നിർഗുണമൂർത്തി എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ് നിർഗുണൻ. ആ പരമാത്മാവാണ് ഇവിടെ ഈ ദ്വാരകയിലെ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ. അങ്ങനെയുള്ള ആ കൃഷ്ണനെ അതെങ്ങനെയുള്ള മായാമാനുഷ വേഷത്തോടും, മായാമാനുഷനാണ്. മായയിൽ ഉണ്ടായ ഈ ലോകത്തിലെ മായയിൽ അവതാരം എടുത്തതാണ്. അതുകൊണ്ട് മാനുഷൻ, മായ കൊണ്ട് മനുഷ്യനായി വേഷം കെട്ടി. അത് വേഷം കെട്ടി തന്നെ പറയാം. അത് മായ വേഷം കൊണ്ട് മാനുഷ ലോകേ, ഈ മർത്യലോകത്തിൽ മാനസരമനാകിയ മായയിൽ എല്ലാ മനുഷ്യരും രമനാക്കും, എല്ലാവരും രമിപ്പിക്കുന്ന ഭഗവാൻ മാനസ എന്നുവെച്ചാൽ മായ കൊണ്ട് മനസ്സിനെ രമിപ്പിക്കും. ഭഗവാന്റെ ഓരോ നോട്ടവും പ്രവൃത്തികളും ഭഗവാന്റെ എന്താ പറയുക, എന്തും ഒരു വാക്കുകൊണ്ടും കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മയങ്ങി അടുത്ത് ചെല്ലും. അങ്ങനെയല്ലേ ഈ ഗോപസ്ത്രീകളെല്ലാം ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ആ വായന കൊണ്ടായാലും ഭഗവാന്റെ എന്ത് അങ്കലാവണ്യം എല്ലാം കൊണ്ടും, അത് നല്ല സുന്ദരമായ കടാക്ഷ വീക്ഷണം എന്ന് വെച്ചാൽ ഒരു നോട്ടം കൊണ്ടും പുഞ്ചിരി, നല്ല ചുണ്ട്, താമരകളോല ചുണ്ട്, എല്ലാം ഒരു മായയാണ്. ആരെയും ഭ്രമിപ്പിക്കും, മോഹിപ്പിക്കും. ആരും ഭഗവാൻ അടുക്കലേക്ക് ഓടിയെത്തും. അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളക്കണ്ണനല്ലേ കുട്ടിനാളോട്ടേ എല്ലാവരെയും മോഹിപ്പിച്ചില്ലേ? മോഹിപ്പിച്ച് ഓരോരുടെ വീട്ടിലെ പാലും വെണ്ണയും മൊത്തം കവർന്ന് കഴിച്ചില്ലേ? എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും വല്ല പരാതി ഉണ്ടോ? എത്ര സ്നേഹമാണ് ഭഗവാനോട്, ഭഗവാനി നാരായണ കൃഷ്ണ. അങ്ങനെ മാനസ രമനാകിയ മായ കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ രമിപ്പിക്കുന്ന ഭഗവാൻ തൻ യശസ് കൊണ്ട്, അങ്ങനെയുള്ള ഭഗവാന്റെ യശസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? സർവലോക കൽമഷം എല്ലാം നശിപ്പിച്ചിടുന്നൊരു കൃഷ്ണനെ. എല്ലാം ഈ ലോകത്ത് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, കൽമഷം പാപമുണ്ടോ, ഇന്നിപ്പം എന്താ, എനിക്കൊരു പാപമുണ്ടെങ്കിൽ ഞാൻ ഭഗവാനെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആരാധിച്ചാൽ മതി, ഉടനെ കഴുകിപ്പോകും പാപം. അത് മനസ്സിലാക്കണം. ഇത് നമുക്കിത് ഹിന്ദുക്കൾക്ക് ഇതൊക്കെ കേട്ടാൽ ഈ മതം മാറി പോകുന്നവരെ എനിക്ക് അത്രമാത്രം ഈശ്വരനെ ആരാധിക്കുന്ന ഏത് മതത്തിലും എനിക്കിഷ്ടമാണ്. പക്ഷേ മതം മാറി ഇവിടെ നമുക്കില്ലാത്തതിന്, നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ ഉള്ളിടത്തേക്ക് ദാഹം വന്നാൽ ഓടിപ്പോവും, വിശപ്പെന്നാൽ ഏത് മനുഷ്യരിൽ നിന്ന് ആഹാരം വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചു പോകും. അത് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഹിന്ദുക്കൾക്ക് ആരാധന ഇല്ലെങ്കിൽ അത് ചെയ്യും. പക്ഷേ ചെന്നിട്ട് അവിടെയേ ഉള്ളൂ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഇതൊക്കെ നോക്കാത്തതുകൊണ്ടല്ലേ, അറിയാത്തതുകൊണ്ടല്ലേ. എന്നാൽ യഥാർത്ഥത്തിലോ
ഈ യഥാർത്ഥമായ കർത്താവായാലും ഭഗവാൻ അവതാരം എടുത്ത എന്താ പറയുക നാരായണ ഗുരുദേവനായാലും അവരാരെങ്കിലും പറയുമോ മറ്റൊരു മതം കൊള്ളില്ല, എൻ്റെ മതത്തിലോട്ട് ചേരാൻ ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയത്തില്ല. അറിവില്ലാത്ത കുറേ ജനങ്ങൾ ഇങ്ങനെ കപടം കാണിച്ച് നടക്കുന്നു. അത് മനസ്സിലാക്കണം നമ്മൾ. നമുക്കില്ലാത്ത ഒന്നും ലോകത്തില്ല. നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ ഒരു അംശം പോലും എല്ലടോ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഭഗവാൻ അത് മായാമാനസ രമനാകിയ എല്ലാവരുടെയും മനസ്സിനെ രമിപ്പിക്കുന്ന ആ ഭഗവാൻ തന്നെ യശസ് കൊണ്ട്, ആ കൃഷ്ണൻ്റെ യശസ് കൊണ്ട് ഈ സർവ്വ ലോകത്തിലുള്ള എല്ലാവരുടെയും കൽമഷം പാപമെല്ലാം നശിപ്പിച്ചിടുന്നൊരു കൃഷ്ണനെ. അപ്പോൾ നമ്മൾ ചെന്ന് ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടോ? സർവ്വ സാക്ഷാൽ പരബ്രഹ്മമല്ലേ. ആ പരബ്രഹ്മത്തിൻ്റെ സന്തതികളെ ആവും മറ്റെല്ലാം. ഇവിടെ വന്ന അവതാര പുരുഷന്മാരും മഹാത്മാക്കളെല്ലാം അതിൻ്റെ സന്തതികളെ ദൈവപുത്രന്മാരെ ആവുള്ളൂ. ഇത് സാക്ഷാൽ പരബ്രഹ്മമാണ് കൃഷ്ണൻ. അതുകൊണ്ട് ഭഗവാന്റെ നോട്ടം, ഒരു ചലനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് വെറുതെ ഭഗവാനോടൊന്ന് ആ നോട്ടം മതി നമ്മുടെ കൽമഷം പാപം പോകാൻ. മറ്റത് കൊള്ളില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത് കളഞ്ഞിട്ട് ഇതിലില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടുന്നതാണ് എനിക്ക് സങ്കടം. അങ്ങനെ നശിപ്പിച്ചിടുന്ന കൃഷ്ണൻ എന്താ? കൽമഷം പാപം യശസ് കൊണ്ട് സർവ്വലോക കൽമഷം എല്ലാം നശിപ്പിച്ചിടുന്നൊരു കൃഷ്ണനെ ദേവകളും കണ്ടു വിതൃപ്താക്ഷരായി അത്ഭുതം ആ ദർശനം. വിതൃപ്താക്ഷര വിതൃപ്ത എന്നുവെച്ചാൽ തൃപ്തിയില്ല. എന്താണ്? കണ്ടിട്ട് മുഴുക്കുന്നില്ല. ഇവരെല്ലാം ചെന്ന് ദ്വാരകയിൽ കാണുവാൻ, ഭഗവാനെ കാണുവാൻ ഇത്രയും പേരും കൂടെ ചെന്ന് ഏകാദശ രുദ്രന്മാരും ശംഭുവും വിധാതാവും എന്ന് വേണ്ട ഈ ദേവലോകത്തുള്ള എല്ലാവരും ചെന്നിട്ട് അവർക്ക് എന്ത് വന്നു? കണ്ടിട്ട് തൃപ്തി വരുന്നില്ല. വിതൃപ്താക്ഷരായി അത്ഭുതം ആ ദർശനം കണ്ടിട്ട് അവർക്ക് മതിയാകുന്നില്ല. കുണ്ഠിതഹരം യതു സത്തമം വാസുദേവം ശ്രീകൃഷ്ണം ജഗദീശം വിചിത്ര പദങ്ങളാൽ നാഗവാസികൾ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിനാർ. അങ്ങനെ ഭഗവാനെ കണ്ടിട്ടൊന്നും അവർക്ക് തൃപ്തിയാവാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുക. പരമാത്മാവായ ശ്രീകൃഷ്ണൻ ജഗദീശ്വരനെ വിചിത്ര പദങ്ങളാൽ, അവർക്കൊക്കെ എന്തൊക്കെയാ അവരുടെ വായിൽ വരുന്ന പദങ്ങൾ, ഭഗവാനെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, എന്ത് വേണേലും പരമാത്മാവിനെ അത്രമാത്രം നിറഞ്ഞ് കവിയുന്നൊരു അനുഗ്രഹം നമുക്കുണ്ടാകും. ഭഗവാനെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു കൃപ പരമാത്മാവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റുവാങ്ങണം. ആ പരമചൈതന്യം, ആ ഒരു പവറ്, ഭഗവാന്റെ ശക്തി എല്ലാ ഭക്തന്മാരും ഇത് ഏറ്റുവാങ്ങണം. ഇത് മനസ്സിലാക്കാൻ നമുക്കതിൽ ഇങ്ങനെ ആകാനാണ്. അതുകൊണ്ട് ഭഗവാനെ അതാ കുണ്ഠിതഹരം, എല്ലാ കുണ്ഠിതങ്ങളും നശിക്കുന്ന യദുസത്തമനായിരിക്കുന്ന യദുകുലത്തിൽ സത്തമനായി വന്ന ആ വാസുദേവൻ്റെ, ആ ശ്രീകൃഷ്ണൻ്റെ, ആ ജഗദീശൻ്റെ എന്തുവെന്നവരെ വിചിത്ര പദങ്ങൾ കൊണ്ട് നാഗവാസികൾ, സ്വർഗവാസികൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒന്ന് സന്ധ്യാസമയത്ത് പോലും ഒന്ന് വാഴ്ത്തി സ്തുതിക്കാൻ പറ്റുന്നില്ലല്ലോ മക്കളെ. അഥവാ എവിടെയോ ശ്രദ്ധ പോയിട്ട് എന്തെങ്കിലുമാണ് ചെല്ലുന്നത്. ഈശ്വരനെ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങിയുള്ളൊരു പ്രാർത്ഥന ചൊല്ലാൻ ഒക്കുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് എനിക്കത് സംശയമാണ്. കാരണം എല്ലാവർക്കും അത് പറ്റുന്നോന്ന് എനിക്കത് കാരണം ചിലർക്ക് വലിയ അജ്ഞാനമായി ഇത് തുറവി വരുന്നില്ല. നമുക്ക് ഈ ദേവന്മാർ എങ്ങനെയാ ഭഗവാനെ ഇങ്ങനെ വിചിത്ര പദങ്ങൾ കൊണ്ട് പല പല രീതിയിലാണ് ഭഗവാനെ കൃഷ്ണ, ഗോവിന്ദ, നാരായണ, ഗോകുലവാസ, അതായത് ദ്വാരകാവാസ, എന്തെല്ലാം പറയാം ഭഗവാനെ. ഈ ലോകത്തിൽ എല്ലാവർക്കും കൽമഷം തീർത്തവനെ, പാപമോചനനെ, എന്തെല്ലാം പറയാം. പല 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 വാക്കുകൾ കൊണ്ട് അവർക്ക് സ്തുതിക്കുക. എത്രമാത്രം ആൾക്കാരവിടെ ചെന്നേക്കുന്നത് ദേവന്മാരെന്ന് വെച്ചാൽ അവിടെ ഉരകങ്ങൾ പോലും ചെന്നിട്ടുണ്ട്. അപ്സരസും 11 രുദ്രന്മാരും എന്ന് വേണ്ട ഒരുപാട് കിന്നരന്മാരും അപ്സരസ്, ഇങ്ങനെ എല്ലാവരും ചെന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കണക്കാ. ഭഗവാനെ കണ്ടിട്ട് മുഴുക്കുന്നില്ലല്ലോ. അപ്പോൾ കിട്ടിയ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നാഥനായിടും തവ പാദ പങ്കജം ഞങ്ങൾ പാദോജ വിലോചന സന്തതം വണങ്ങുന്നു. ഭഗവാൻ പരമാത്മാവ് നാഥനാണ്, സർവ്വപരുടെയും ലോകത്തിൻ്റെ നാഥനാണ്, വിശ്വത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാന്റെ പാദപങ്കജം, താമരപ്പൂ പോലെ ഇരിക്കുന്ന ആ പാദങ്ങൾ ഞങ്ങൾ പാദോജ വിലോചന ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ വണങ്ങുന്നു. മോക്ഷകാമികളാകും ഭാവയുക്തന്മാർ തന്നാൽ സൂക്ഷ്മമാം ബുദ്ധി ഇന്ദ്രിയ പ്രാണ മനോവചസാം
അന്തർഭാഗത്ത് ഭക്തിയാ നിത്യവും ധ്യാനിച്ചുടൻ ചിന്തിച്ചു വസിക്കുന്ന നിന്തിരുപാദാംബുജം ആത്മനി കർമ്മപാശബന്ധമില്ലാതെ ത്രിഗുണാത്മരൂപിയാ മായാ വ്യക്തമായിടം വിശ്വം സൃജിച്ചു ഹരിപ്പൂ തൽഗുണത്തിൽ സംസ്ഥിതനായി. ഭഗവാന്റെ ഗുണത്തിൽ നിന്നും കൊണ്ട് എന്ത് വന്നു? മായാ വ്യക്തമാണ്. മായയിൽ വ്യക്തമായി മനുഷ്യ ഒരു രൂപങ്ങൾ ഇവിടെ എല്ലാം രൂപം കൊടുത്തു. ത്രിഗുണങ്ങളോടുകൂടി ഇവിടെ മായയിൽ തന്നെ വന്ന് നമ്മളെല്ലാം രൂപം തന്നു നമുക്ക്. എന്നാൽ ഇവിടെ ഭഗവാൻ എന്താണ് സത്യത്തിൽ? മോക്ഷകാമികളാകും ഭാവയുക്തന്മാർ തന്നാൽ മോക്ഷത്തിന് വേണ്ടി കാമിക്കുന്നവര് സൂക്ഷ്മമാം ബുദ്ധിയും ഇന്ദ്രിയവും പ്രാണനും മനസ്സും വചസ് വാക്കുകളും അന്തർഭാഗത്ത് നമ്മുടെ ഉള്ളത്തിൽ ആരാണ്? മോക്ഷകാമികൾ. നമ്മൾ മോക്ഷത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലെ ചെയ്യണം. സൂക്ഷ്മമായിരിക്കുന്ന നമ്മുടെ ബുദ്ധിയും നമ്മളെ പഞ്ച ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സും ബുദ്ധിയും കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇങ്ങനെയുള്ള പഞ്ച ഇന്ദ്രിയങ്ങളും പ്രാണനും മനസ്സും വാക്കുകളും ഇതെല്ലാം എന്താ ദൈവമേന്ന് കൃഷ്ണ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം എവിടെ പോകണം? നമ്മുടെ ഉള്ളത്തിലേക്ക് തിരിയണം. നമ്മുടെ ഉള്ളിലേക്ക് പോകണം. അവിടെ ഇരിക്കുക പരബ്രഹ്മം. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയാ നിത്യവും ധ്യാനിക്കണം. അന്തർഭാഗത്ത് നമ്മളകത്ത്, നമ്മുടെ ഉള്ളത്തിനകത്ത് അകവും പുറവും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മമാണെങ്കിൽ നമ്മുടെ ഉള്ളത്തിലാണ് നമുക്ക് ഈ പരബ്രഹ്മത്തിന് വസിക്കാനുള്ള ഒരു ക്ഷേത്രം. അതിലേക്ക് നമ്മൾ തിരിയണം. നമ്മൾ പുറത്തോട്ടല്ല നോക്കേണ്ടത്, നമ്മൾ അകത്തേക്ക് നോക്കണം. അന്തർഭാഗത്ത് എങ്ങനെയാണ്? ഭക്തിയാ നിത്യവും ധ്യാനിക്കണം. ഇന്നൊരു നേരം ധ്യാനിച്ചിട്ട് അടുത്ത നേരം വേണ്ടാതെ വെക്കരുത്. ഇത് ഞാൻ എപ്പോഴും പറയുന്നത്. ഇത് ഭാഗവതത്തിൽ ഉടനീളം ഇങ്ങനെ പറയുന്നു. കൃത്യനിഷ്ഠയും എല്ലാം വേണം. അത് നിത്യവും ധ്യാനിച്ചുടൻ ചിന്തിച്ചു വസിക്കുന്നു നിന്തിരു പാദാംബുജം. എപ്പോഴും നമ്മൾ ചിന്തിച്ച് നമ്മളെ ഉള്ളത്തിൽ തന്നെ വസിക്കുക. ഏത് കർമ്മങ്ങൾ ചെയ്തപ്പോഴും നമ്മളെ ഉള്ളത്തിൽ നിന്ന് അത് പോകണ്ട. അത് അവിടേക്ക് ഇരുത്തണം. മോക്ഷകാമികൾ മതി. മോക്ഷത്തിലേക്ക് പരമാത്മാവിൽ ലയിക്കണം, ലയം പ്രാപിക്കണം. എനിക്ക് ഈ ലോകത്തിൽ ഇത് ദുരിതമാണ്, ഇതിൽ നിന്ന് എനിക്ക് മുക്തി നേടണം, എനിക്ക് ഇതെല്ലാം കവിഞ്ഞ് മാറി ഈശ്വരങ്ങളിലേക്ക് അടുക്കണം എന്ന് ചിന്തിക്കുന്നവർ ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ ഇത് അകത്തേക്ക് തിരിയണം. അതിന് മുമ്പേ വേണ്ടെന്നല്ല, എല്ലാം വേണം. പക്ഷെ അതെല്ലാം കൂടെ പോയാൽ മതി. ഭഗവാനെ ആരാധിക്കുകയും കുറേ വിടുതൽ പ്രാപിക്കുകയും കുറേ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് അതൊരു ഗൃഹസ്ഥാശ്രമിക്ക് എല്ലാം വേണ്ടെന്ന് ചെയ്തും കൊണ്ട് തന്നെ ഒടുവിൽ എന്ത് വേണം? സർവ്വതും മനസ്സിൽ നിന്ന് ത്യജിച്ച് തന്നെ പോകണം. അല്ലാതെ എങ്ങനെ ഈശ്വരങ്ങൾ അടുക്കാൻ പറ്റും? അതെപ്പോഴായാലും അത് ചെയ്തല്ലേ പറ്റൂ. എപ്പോഴായാലും മനസ്സിൽ നിന്ന് ഈ ലോക ചിന്തകളെല്ലാം വെടിഞ്ഞേ പറ്റൂ. മനസ്സിൽ നിന്ന് വെടിഞ്ഞാൽ മതി. മനസ്സിലില്ലാതെ എന്ന് ചോദിക്കും. എന്താ പറയുക, ഞാനതിന് എന്ത് മറുപടി പറഞ്ഞു തരാൻ പറ്റും? എല്ലാ സുഖ സൗകര്യങ്ങളോട് തന്നെയാണ് ഞാൻ ഇത്രയോളം ജീവിച്ചത്. ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സിലൊന്നും ഇല്ലെന്ന് മാത്രം. എൻ്റെ മനസ്സിലൊന്നും തന്നെ ഇല്ല. അത്രയും മതി, ഇതുപോലെ മതി. എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ഇരുന്നോട്ടെ. അതിൽ കൂടെ നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മളെ ഉള്ളത്തിലൊന്നും ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതിന് ഉദാഹരണം തന്നെ എനിക്ക് തന്നെ കുട്ടിനാളൊട്ടേ ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൃപ എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ അതുപോലും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എന്നെപ്പോലും അറിയുന്നില്ല. എനിക്കിതിലങ്ങ് ഒന്നിലോട്ടൊരു നോട്ടമില്ല. അത് ഇപ്പം ഞാൻ ചിന്തിക്കും, എത്രയോ നാളങ്ങ് കഴിഞ്ഞു പോയല്ലോ, നഷ്ടമായി പോയല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. അതെന്താ? നമ്മൾ നമ്മെ തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ്? പുറമേ ഉള്ള നമ്മളെ ഈ ലോകത്തിൽ കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും 4 വാക്ക് അറിയാമായിരുന്നല്ലോ എന്നാൽ അതൊക്കെ ആഗ്രഹം കൊടുത്ത് അങ്ങനെ ഒരു ചിന്ത. ഇച്ചിരിയൊക്കെ അറിയാവുന്നവർ നന്നായി എല്ലാവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും കീർത്തി എടുക്കാനും മറ്റുള്ളവർ ഞാനുള്ള ഭാവം എടുക്കാനൊക്കെ എത്രയോ പേര് തുനിയും. ഒന്നും അറിഞ്ഞുകൂടെങ്കിലും അറിയാമെങ്കിലും അങ്ങനെ ചെയ്യുന്ന മനസ്സുണ്ട്. എനിക്ക് ഇപ്പോഴും ആ മനസ്സ് എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് പറയാം, എനിക്ക് യാതൊന്നും അറിയത്തില്ല. ഒരു കൊതുക് പോലും ആവുന്നില്ല ഞാൻ. അത് പണ്ടേ ഇങ്ങനെ തന്നെയാണ്. അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് മറ്റുള്ളവരാരും പറയും പോലെ അതൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. അത്രേ എനിക്കറിയൂ. എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രമേ എനിക്കറിയാവൂ. എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്കൊന്നും അറിഞ്ഞൂടാന്നുള്ള സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കതേ അറിയാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു അന്തർഭാഗത്ത് ഭക്തിയാ നിത്യം. അന്തർഭാഗത്ത് ഭക്തിയാ അതെനിക്കറിയാമായിരുന്നു. എനിക്കതേ അറിയാവുള്ളായിരുന്നു. എനിക്കെപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കണം ഒറ്റ ചിന്തയേ ഉള്ളായിരുന്നു. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അന്തർഭാഗത്ത് ഭക്തിയാ നിത്യവും ധ്യാനിച്ചുടൻ ചിന്തിച്ചു വസിക്കുന്നു നിൻ തിരുപാദാംബുജം ആത്മനി.
കർമ്മപാശബന്ധമില്ലാതെ ത്രിഗുണാത്മരൂപിയാം പരമാത്മാവിന് കർമ്മങ്ങളില്ല, പാശങ്ങളില്ല, ബന്ധമില്ല. അത് കൃഷ്ണനും അത് തന്നെയാണല്ലോ. അതിൽ ദ്വാരക മൊത്തം വെള്ളത്തിൽ കയറ്റാനും നശിപ്പിക്കാനും ഭഗവാൻ എന്താ തീരുമാനിച്ചത്, ഉറപ്പിച്ചത്? എന്തെങ്കിലും കർമ്മബന്ധം എൻ്റെ എന്നുള്ള മമത ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂ? ഭഗവാന് ഈ ലോകത്തിലെല്ലാം സമമാണ്. അവിടെ ഭാര്യയെന്നോ മക്കളെന്നോ കൊച്ചുമക്കളെന്നോ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇവിടെ ഇത്ര എൻ്റെ മക്കളല്ലേ കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വേണ്ടെന്ന് ഭഗവാൻ വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴാ പക്ഷാഭേദമായിപ്പോൾ ഭഗവാൻ ഇവിടെ വന്നതെന്തിനാ? ലോകത്ത് പക്ഷാഭേദം പിടിച്ച് നന്നാക്കാനല്ല വന്നത്, ലോകം മൊത്തവും ഒരേപോലെ കാണാനാണ് വന്നത്. ദുഷ്ടന്മാരെ എവിടെ ഉണ്ടാകാൻ എന്താ പറയുക, അനാവശ്യം വേണ്ടാത്തതിനെ മാറ്റാൻ തന്നെ വന്നത്, അധർമ്മികളെ മൊത്തവും നശിപ്പിക്കാൻ തന്നെ വന്നത്. അതുകൊണ്ടാണ് നിർഗുണാവസ്ഥ എന്ന് പറയുന്നത്. ഭഗവാന് ഒരു ഗുണവുമില്ല, ഒരു ബന്ധവുമില്ല. ഇവിടെ പറയുന്നു ആത്മനി കർമ്മ എന്ന് വെച്ചാൽ ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല പരമാത്മാവിന്. പാശം ഒന്നിനോട് സംഘമില്ല, കെട്ടില്ല. പാശം കയറാണ്. എൻ്റെ മക്കളെന്നുള്ള കെട്ട് ഭഗവാനില്ല. അല്ലെങ്കിൽ എൻ്റെ രാജ്യം, എൻ്റെ യദുകുലം എന്ന് ഭഗവാൻ അവിടെ അവതരിച്ച് ഞാൻ അവതരിച്ച എന്ന് ഭഗവാനുണ്ടോ? ഇല്ല. അത്രയും വന്നില്ലായിരുന്നെങ്കിൽ, അത് ചെയ്തില്ലായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നത് ഇന്നും അതൊരു എന്താ പറയുക, ഒരു തെറ്റായി കടന്നേനെ. കൃഷ്ണൻ വന്ന് മറ്റുള്ള സ്ഥലത്തുള്ള എല്ലാവരെയും ദുഷ്ടന്മാരെ നിഗ്രഹിച്ചെന്നാൽ അവനവൻ്റെ യദുകുലത്തിൽ വന്ന ദുഷ്ടമക്കളെയൊന്നും ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പരാതി ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നേനെ. ഭഗവാൻ കൊള്ളരാത്തവനെന്ന് പറഞ്ഞേനായിരുന്നു. പക്ഷേ ഞാനെന്ത് മനസ്സിലാക്കുന്നു, ഭഗവാന് സംഘമില്ല, ഒന്നിലും കെട്ടില്ല, അത് മമതയില്ല. ലോകം മൊത്തവും ഭഗവാന് ഒരേ ലക്ഷ്യം. ആരെവിടെ തെറ്റ് ചെയ്യുന്നു അവർക്ക് എവിടെ ഇനി മക്കളല്ല ആരായാലും അതാണ് യഥാർത്ഥമായ ഒരു പുരുഷോത്തമനായ പരമാത്മാവ്. അതുകൊണ്ട് ആത്മനി കർമ്മപാശബന്ധമില്ലാതെ ത്രിഗുണാത്മരൂപിയാം, ത്രിഗുണങ്ങളോട് രൂപമെടുത്ത് മായാവ്യക്തമായിടം വിശ്വം. അങ്ങനെ ഈ മായയിൽ വ്യക്തമാകുന്നത്, ഇവിടെ ഈ മായയിൽ എന്താണ്? അവ്യക്തമാറി രൂപമുണ്ട്. പരമാത്മാവ് അവ്യക്തമാണ്. എന്നാൽ ഈ വിശ്വത്തിൽ രൂപത്തോടുകൂടി എന്ത് ചെയ്യുന്നു? സ്രജിച്ച്, അതായത് ഇവിടെ നമ്മളെ രൂപം തന്ന് എല്ലാവർക്കും സ്രജിച്ചു, അതായത് സൃഷ്ടിച്ചു, ഹരിപ്പു, സംഹരിപ്പു. അപ്പം നമ്മൾ എല്ലാവരെയും സൃഷ്ടിച്ചും ഹരിച്ചും അത് സംഹരിച്ചും തൽഗുണത്തിൽ സംസ്ഥിതനായി പരമാത്മാവിൻ്റെ ഗുണത്തിൽ തന്നെ നിന്നും കൊണ്ട് നിർഗുണനായിടും നീ. അങ്ങനെ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അത് മായയാൽ ചെയ്യുന്നു, അല്ലാതെ പരമാത്മാവ് അവ്യക്തമാണ്. പക്ഷേ ഈ വിശ്വത്തിൽ രൂപം, ഗുണം, അതായത് ത്രിഗുണങ്ങളോടുകൂടി രൂപം തന്നു, ഈ വിശ്വം സൃഷ്ടിച്ചും സംഹരിച്ചും, എന്നിട്ട് പരമാത്മാവ് നിർഗുണനായിടും. അങ്ങനെയുള്ള നീ കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? നീ യജിതൻ അഖിലേശൻ. യജിതൻ അതായത് ആർക്കും പരബ്രഹ്മത്തിൽ ഈ കൃഷ്ണനെ ജയിക്കാൻ പറ്റില്ല, സർവത്തിനും ജയിക്കുന്ന ആളാണ്. എവിടെ എന്ത് ചെയ്തിട്ടും തോറ്റിട്ടുണ്ടോ കൃഷ്ണൻ? അപ്പോൾ അജിതൻ അഖിലേശൻ, ആരാലും ജയിക്കപ്പെടാം, ആർക്കും ഭഗവാനെ ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പരമാത്മാവായ കൃഷ്ണൻ ബന്ധിച്ചു വ്യവഹാരരതനെന്നറിയാതെ, അതായത് ഭഗവാനെ യഥാർത്ഥ മനുഷ്യരെ അറിയുന്നില്ല, അതായത് വ്യവഹാരരതനെന്ന് അറിയാതെ ഇവിടെ മനുഷ്യനായിട്ട് വന്ന് മറ്റുള്ള മനുഷ്യരെ പോലെ കഴിയുകയാണെന്ന് അറിവില്ലാത്ത അന്ധന്മാരെ മൂഢന്മാർ വിചാരിക്കുന്നു. കൃഷ്ണനോ അത് ദേവകിയുടെയും വസുരുടെ മകനല്ലേ, അതിനിപ്പോൾ എത്ര പറയാനെന്താ? അവിടെ ഭാര്യയും മക്കളോടൊക്കെ കഴിഞ്ഞ് ഉല്ലസിച്ച് നടക്കുകയല്ലേ. അത് അറിവില്ലാത്തവന്മാർ എന്താ ഇങ്ങനെ ഭഗവാനോട് വ്യവഹാരം ചെയ്ത് കഴിയുകയാണ്, രതിച്ച് കഴിയുകയാണെന്ന് അറിയാതെ. അങ്ങനെ മൂഢന്മാർക്ക് അറിവില്ല. അറിയാതെ ചിന്തയിൽ ദുരാചാരന്മാരായ മനുഷ്യർക്ക്, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായ മനുഷ്യരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഈ പരമാത്മാവായ കൃഷ്ണൻ സാധാരണ ഒരു മത്സ്യമായി വന്നു, അത് മൃഗമായി വരുന്നു, നരസിംഹമൂർത്തിയായിട്ട് വന്നു, മത്സ്യാവതാരം എടുത്ത്, ഇതൊക്കെ എന്തോ കൃഷ്ണൻ ഇങ്ങനെയുള്ള മനുഷ്യനായിട്ട് വന്നു. ഇങ്ങനെ ഒന്നും അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. അറിയാത്തവൻ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഈശ്വരൻ യഥാർത്ഥ പരബ്രഹ്മം ആരാന്ന് അറിയാത്തൊരു വ്യക്തി ഇങ്ങനെ പറയാൻ പറ്റൂ. ലോകത്ത് അവതാരം എടുത്താണെന്ന് അറിവില്ല. അത് യഥാർത്ഥ ഒരു ജ്ഞാനിക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. അതുകൊണ്ട് ചിന്തയിൽ ദുരാചാരന്മാരായ മനുഷ്യർക്ക്
ശുദ്ധിയില്ലാതെ മനസ്സ് ഏറ്റവും മൂഢതയാൽ അന്ധത ഭവിക്കുന്നു സന്തതം അപിചിരാൽ. അങ്ങനെയുള്ള ദുഷ്ടന്മായ മനുഷ്യർ വിചാരിക്കുന്നു കൃഷ്ണന് എന്തോന്നാ ഇത്രയൊക്കെ ഉള്ളു, ആ മനുഷ്യനായിട്ട് വന്ന് അവനിപ്പോൾ ഇത്ര പറയാനെന്തിരിക്കുന്നു, എന്തോ അത്ഭുതം ഒന്നുമില്ല എന്ന് ദുരാചാരന്മാരെ ദുഷ്ടന്മാരെ മനുഷ്യർക്ക് ശുദ്ധിയില്ലാതെ അവരുടെ ഹൃദയം വെടുപ്പല്ല, ഹൃദയം നിറച്ച് മാലിന്യമായിട്ടിരിക്കുന്ന ദുഷ്ടന്മാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് മനസ്സ് ഏറ്റവും അങ്ങനെയുള്ളവന്മാർ എന്താണ് മൂഢതയാൽ ഒരറിവുമില്ലാതെ അന്ധത ഭവിക്കുന്നു. എന്താ, കണ്ണ് കാണാമയത്തോനെ പോലെ തെളിവില്ല, പ്രകാശമില്ല, ഉള്ളം നിറച്ച് അന്ധതയാണ്, യാതൊരു വിവരവുമില്ല. അവർ എന്തും കൊട്ടിക്കോഴിച്ച് ഇങ്ങനെ നടക്കും. ആരെപ്പറ്റി എന്തും പറയാൻ നല്ല മിടുക്കര, ഒരു വിവരം ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രമാത്രം അന്ധതയാണ്, തെളിവില്ല, ഒരു അറിവില്ല. അതുകൊണ്ട് അന്ധത ഭവിക്കുന്നു സന്തതം അഭിചിരാൽ. ആയതോ വിദ്യാശ്രുതി അധ്യയനം ദാനം തപസായ കർമ്മങ്ങൾ കൊണ്ട് സത്വബുദ്ധിമാന്മാരായി നിന്തിരുവടിയുടെ യശസ്സി സുശ്രദ്ധയാ സന്തതം തവ നാമസ്മരണ ഉണ്ടായി വരും. അതുകൊണ്ട് എന്തു വന്നു, വിദ്യ കൊണ്ടും അത് കേട്ട് അധ്യയനം ചെയ്തും ദാനവും തപസായ കർമ്മങ്ങൾ കൊണ്ട് സത്വബുദ്ധിമാന്മാർ, സാത്വികരായ സത്വ ഗുണങ്ങൾ, അതായത് സത്തുക്കൾ, നന്മ ചെയ്യുന്ന സത്തുക്കളായ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, വിദ്യയും അത് നന്നായി പഠിച്ചും ഇതൊക്കെ മനസ്സിലാക്കിയും ശ്രദ്ധിച്ചും അധ്യയനം ഇതൊക്കെ എപ്പോഴും അധ്യയനം ചെയ്തും ദാനധർമ്മങ്ങൾ ചെയ്തും തപസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ട് സത്വബുദ്ധിമാന്മാരാവും നല്ല തപസ്സികൾ, നല്ല ജ്ഞാനികൾ, നല്ല ഭക്തന്മാർ ഇങ്ങനെയായിട്ട് ഭഗവാന്റെ നിന്തിരുവടിയുടെ യശസ്സി ഈ ചെയ്തതൊക്കെയും പരമാത്മാവനല്ലാതെ ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഈ യശസ് മൊത്തവും ഭക്തന്മാരായ സത്തുക്കളതൊക്കെ അറിഞ്ഞും സുശ്രദ്ധയ നല്ല ശ്രദ്ധയോടുകൂടി സന്തതം എപ്പോഴും തവ ഭഗവാനെ നാമസ്മരണ ഉണ്ടായി വരും. അത് എപ്പോഴും ഇത് ചിന്തിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്കും ഈ സ്മരണ ഉണ്ടാവും. നമ്മൾ ഇന്നൊന്ന് കേട്ടിട്ട് പിന്നെ ഈ പുസ്തകം എടുക്കുകയില്ല, ഇത് വായിക്കുകയില്ല. നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ ഈ മോഹത്തിൽ പെട്ടാൽ, ഈ ജീവിതത്തിൽ പെട്ടുപോയാൽ ഇതൊക്കെ മറന്നിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ സീരിയലും സിനിമയും കണ്ടുകൊണ്ട് നടക്കും. ഇതൊക്കെ അങ്ങ് പോകും. അതിൽ പിന്നെ ഏത് കയറി വരും, ഉള്ളത്തിൽ നിന്ന് ഇതൊക്കെ പോയിട്ട് ദുഷ്ടചിന്തകളെല്ലാം കയറി ഹൃദയത്തെ നിറയും, പിന്നും പാടാണ്. അതുകൊണ്ട് ഈശ്വരനെ അറിയണമെന്നുള്ള വ്യക്തികൾ എപ്പോഴും സദാസമയവും ഈ കീർത്തനങ്ങളും ഈ വചനങ്ങളും ഇതെപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന് നിത്യവും സദാസമയവും എപ്പോഴും അങ്ങനെ ചെയ്തിരുന്നാൽ എന്തുവരും, പിന്നെ നാമസ്മരണ ഉണ്ടായി വരും. എപ്പോഴും ഭഗവാനെ ഓർത്തോർത്തിരിക്കും, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചും ഇത് അയവെട്ടിയിരിക്കും. ഇത് അഥവാ ഇന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ ഇന്നലെ എന്താ കേട്ടത്, ഞാൻ എന്താ മനസ്സിലാക്കിയത്, ഇതെനിക്കും വേണം, ഞാൻ അങ്ങനെ ആകണം, ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഇത് ചൊല്ലി ഇരുന്നിരുന്ന് ധ്യാനിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ എന്ത് വരും, മതി തെളിഞ്ഞ് ആത്മശുദ്ധിയുണ്ടായി മൃതസംഭവേ യമദണ്ഡ പാശവും തീർന്ന് നിന്തിരു പാദാംബുജം പ്രാപിച്ചിടുന്നു, സർവബന്ധങ്ങൾ തീർന്നു വസിച്ചിടുന്നു നിർമ്മലന്മാർ എന്ത് വരുന്നു, അപ്പോഴ് മതി തെളിയും. മനസ്സാണ് മതി തെളിയിച്ചെന്താണ്, നമ്മൾ മനസ്സ് പരമാത്മാവിൽ ലയം പ്രാപിക്കും. അപ്പോൾ എന്ത് വരും, പരമാത്മാവിൻ്റെ രൂപം എന്താണ്, ആനന്ദം, അത് പ്രകാശം, അത് സ്നേഹം, കരുണ, ദയ, അങ്ങനെ നിർമ്മലന്മാർ അങ്ങനെ ആയിത്തീരും. ഈ ഗുണഗണങ്ങളെല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു തെളിച്ചം, ഒരു പ്രഭ അതായിത്തീരും. അതാണ് എപ്പോഴും ഭഗവാനെ ഓർത്ത് നാമസ്മരണ ഉണ്ടായി വരും. അതുകൊണ്ട് അതിനാൽ മതി തെളിഞ്ഞ് ആത്മശുദ്ധി ഉണ്ടാകും. നമ്മുടെ ഉള്ളം പ്രകാശിച്ച് ആത്മശുദ്ധി വെച്ചാൽ ആ മനസ്സ് പരമാത്മാവിൽ തന്നെ നാമങ്ങൾ ചൊല്ലി രമിച്ചിരുന്ന്, അതായത് എപ്പോഴും ഭഗവാൻ ഈ നമ്മൾ ഒന്നായി ലയിക്കുക, അങ്ങനെ ആയി വരുമ്പോൾ ആത്മശുദ്ധിയും ഉണ്ടായിട്ട് മൃതസംഭവേ മരണമില്ല. മരണം, അമൃതം മരണമില്ലായ്മ. മരണത്തിൽ നിന്ന് യമദണ്ഡ പാശമൊക്കെ തീർന്നു പോകും. അവിടെ യമനും വരത്തില്ല, ദണ്ഡനവും വരത്തില്ല, ഒരു പാശവും കൊണ്ടുവരത്തില്ല. യമന്മാർ എങ്ങനെ വരുന്ന, കാലദൂതന്മാർ കയറും കൊണ്ട് കെട്ടിക്കൊണ്ടു പോകാൻ വരും. അജാമ്ലനെ നമ്മൾ കാണുന്നില്ലേ, ആ കയറും കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ടാണ് പോകാൻ വന്നത്. അപ്പോഴാ നാരായണാന്നങ്ങ് വിളി. അങ്ങനെയാ വിഷ്ണുദൂതന്മാർ കേട്ട്, അത്ര ആയിരുന്നു ആ വിളിയുടെ ഊക്ക്. അതിലൊരു ഭയവും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ മകനേ നാരായണ എന്ന് വിളിച്ചത്, മകനെ ഉള്ളത്തിലേ ഉള്ളു, വിളിച്ചത് നാരായണ എന്നായിരുന്നു. അപ്പം മകനെയാണ് വിളിച്ചത്. പക്ഷേ കേട്ടത് ആരാണ്,
ഭഗവാൻ നാരായണൻ കേട്ടിട്ട് ഈ കാളദൂതന്മാരെ ഓടിച്ച്. നമുക്കും അങ്ങനെ വേണമെങ്കിൽ നാമസ്മൃതി എപ്പോഴും വേണം ഉള്ളത്തിൽ, അന്തരംഗത്തിൽ. അപ്പോൾ മൃതസംഭവേ, ഈ മരണത്തിൽ നിന്ന് യമദണ്ഡപാശവും യമൻ കാലൻ ദണ്ഡം കൊണ്ടാണ് വരുന്നത്. നമ്മളെ ദണ്ഡിപ്പിച്ച് എന്തൊക്കെ കൃത്യങ്ങൾ ചെയ്യുന്നതെല്ലാം ചോദിച്ച് അടി തന്ന് എത്രമാത്രം ദണ്ഡിപ്പിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർ കാണത്തില്ല ഈ ദണ്ഡനം, നമുക്കേ കാണാൻ പറ്റും. ആ മരണത്തിലേക്ക് അകപ്പെടുന്നത് നമുക്ക് കാണാം. അതിൽ ചിലർ ഭയന്നൊക്കെ കൂകി വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കാലന്മാരും വരത്തില്ല, ദണ്ടും കാണത്തില്ല, പാശം കയറും കൊണ്ട് വരത്തില്ല. അതൊക്കെ തീർന്നിട്ട് നിന്റെ ഒരു പാദാംബുജം പ്രാപിച്ചിടുന്ന സർവ്വബന്ധങ്ങൾ തീർന്ന് വസിച്ചിടും നിർമ്മലന്മാർ. എല്ലാ ബന്ധവും ഈ ലോകത്തിലുള്ള ബന്ധങ്ങളാറ്റ് ഭഗവാന്റെ പാദാംബുജം നമ്മൾ അതിൽ ലയം പ്രാപിക്കുന്നു. എന്നിട്ട് നിർമ്മലന്മാരായ മനുഷ്യർ അങ്ങനെ ആകണം, അങ്ങനെ എല്ലാവരും അങ്ങനെ ആകണം. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴും എടുത്ത് വായിക്കണം, ഭക്തി വർദ്ധിക്കാനും ഭഗവാനിൽ ചേരാനും ആ നാമസ്മൃതി എപ്പോഴും നമ്മൾ ഓർത്തോർത്ത് ഇരിക്കാനും. അപ്പോൾ നമുക്കും ഒരു മരണവും വരത്തില്ല, നമ്മൾ ഈ കാലനും വരത്തില്ല, അയാൾ കയറും വടിയും ദണ്ഡിക്കുന്നൊരു വടിയൊന്നും കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് നമുക്കും ഭയം ഉണ്ടെങ്കിൽ, കാലന്മാർ വരണ്ട എന്നുണ്ടെങ്കിൽ ഈശ്വരനെ അറിഞ്ഞു പോയാൽ ഭയക്കാതെ ഇരിക്കാം. മരണത്തിന് ആനന്ദം അറിയാം. മരണം നല്ലതാണെന്ന് നമുക്ക് ചിന്തിക്കും. എന്താ കാരണം? ഭഗവാൻ കൊണ്ടുപോകുമല്ലോ, ഈ ദുരിതത്തിൽ നിന്നെല്ലാം ഭഗവാൻ വന്ന് നമ്മളെ കൊണ്ടുപോകുമല്ലോ. ആ ഒരു സന്തോഷവും ആനന്ദവും നമുക്ക് നിറയുമ്പോൾ നമുക്ക് എന്തിനു ഭയക്കണം? ഈശ്വരനോട് ചേരുന്ന ഒരു അനുഭൂതി അത് സംഭവിച്ച് വരുമ്പോഴല്ലേ അതിൻ്റെ രുചി അറിയൂ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ഇങ്ങനെ മുടങ്ങാതെ ധ്യാനിക്കുക, ഇതൊക്കെ കേൾക്കുക, ഭക്തി വർദ്ധിക്കുക, ഭഗവാൻ തന്നെ നാമങ്ങൾ അയവെട്ടിയിരിക്കുക. ഊണിലും ഉറങ്ങാൻ കിടക്കുമ്പോഴും എപ്പോഴും ഭഗവാനുള്ള ചിന്തയിൽ നമശിവായ മന്ത്രം ചൊല്ലിയിരിക്കുക. അപ്പോൾ മംഗളസ്വരൂപനായിരിക്കുന്ന ആ പരബ്രഹ്മത്തിൽ നമുക്കും ലയം പ്രാപിച്ച് നിർമ്മലനാകുക, പരിശുദ്ധമായി തീരാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.